നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വിവോയുടെ ഏറ്റവും പുതിയ മോഡലായ Y51 എന്ന മോഡലിൻ്റെ അൺബോക്സിങ്ങും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് ക്വിക്കായിട്ടാണ് ഇത് അൺബോക്സിംഗ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഫോണുകളെല്ലാം എനിക്ക് റിവ്യൂ ചെയ്യാനായിട്ട് തരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും വലിയ മൊബൈൽ ഫോൺ ഡീലറായ ഏഷ്യൻ ചോയ്സിൻ്റെ കുന്നംകുളം ഷോറൂമായ ഏഷ്യൻ ചോയ്സ് സ്മാർട്ട് കുന്നംകുളമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഷോപ്പിനകത്ത് വന്നു കഴിഞ്ഞാൽ എല്ലാവിധ മൊബൈൽ ഫോണുകളും അതുപോലെ ഹോം അപ്ലയൻസിലൊക്കെ EMI ആയിട്ടും ഓഫർ പ്രൈസിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഞാൻ അവരുടെ കോൺടാക്ട് നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ഡയറക്റ്റായിട്ട് നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോകാം. ഫോണിൻ്റെ ബോക്സൊക്കെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വിവോയുടെ ഒരു ബോക്സാണ് വന്നിട്ടുള്ളത്. വളരെ കളർഫുൾ ആയിട്ടൊരു ബോക്സാണ്. ബോക്സിൻ്റെ ബാക്ക് സൈഡിൽ 5000 mAh ബാറ്ററി നെതിയുണ്ട്, 18 വാട്ട് ഫാസ്റ്റ് ചാർജ് നെതിയുണ്ട്, അതുപോലെ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയാണ് നെതിയുണ്ട്, അൾട്രാ സ്റ്റെബിലിറ്റി വീഡിയോ ഉള്ള ഒരു ക്യാമറയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ സൈഡിലാണ് ഫിംഗർ പ്രിൻ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ IMEI നമ്പറും അതുപോലെ തന്നെ ബോക്സിനകത്ത് എന്തൊക്കെയാണുള്ളത്, അത് ഹെഡ്സെറ്റ്, ചാർജർ, അതുപോലെ ഡാറ്റ കേബിൾ, ആ ഐറ്റംസ്, അതുപോലെ ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റാണ് എഴുതിയിട്ടുണ്ട്, MRP എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഫോണിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ബോക്സാണ് വിവോ Y51 എന്ന മോഡലിലൂടെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ ഇനി ഫ്യൂച്ചറിലുള്ള ഫോണുകൾക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു ബോക്സ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫോണിൻ്റെ മെയിൻ ബോക്സ് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് മറ്റൊരു ചെറിയ ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഞാൻ വിവോയുടെ ഒരുപാട് മോഡലുകൾ അൺബോക്സ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിനകത്ത്. അപ്പോൾ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ബോക്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിനകത്താണ് നമ്മുടെ ഈ ബാക്ക് പൗച്ചും അതുപോലെ തന്നെ വാറൻറ്റി പേപ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. ഇതിനകത്ത് കമ്പനി തരുന്ന ഒരു ബാക്ക് പൗച്ച് നമുക്ക് തരുന്നുണ്ട്. അതായത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ബാക്ക് പൗച്ചാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ വാറൻറ്റി പേപ്പറും കാര്യങ്ങളും അതുപോലെ IMEI നമ്പറും ഡീറ്റെയിൽസൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുക. സിം എജക്റ്റിംഗ് ടൂള്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഫോണിൻ്റെ ബോക്സിനകത്ത് എന്തൊക്കെയാണ് നമുക്ക് ആക്സറീസാണ് നമുക്ക് കിട്ടുന്നത് നോക്കാം. നമുക്ക് പ്രധാനമായിട്ടും 4 ആക്സറീസാണ് ഈ ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഒരു ബാക്ക് പൗച്ച്, പിന്നെ ഒരു ചാർജർ, ഹെഡ്സെറ്റ്, ഡാറ്റ കേബിൾ. നമുക്ക് ഈ ഫോണിനകത്ത് 5000 mAh ബാറ്ററി വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഫാസ്റ്റ് ചാർജറിൻ്റെ ആവശ്യമില്ല. എന്നാൽ കൂടി ഇതിനകത്ത് ഒരു 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഹെഡ്സെറ്റ് വരുന്നുണ്ട്. അതായത് ഇപ്പോൾ വരുന്ന പല മൊബൈൽ ഫോണുകളിലും നമുക്ക് ഹെഡ്സെറ്റോ അതോ അല്ലെങ്കിൽ ബാക്ക് പൗച്ചോ അങ്ങനെ അത്തരത്തിലുള്ള ആക്സറീസ് ഒന്നും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് വിവോയുടെ Y51 എന്ന മോഡലിലൂടെ നമുക്ക് കമ്പനി ഒറിജിനൽ ഹെഡ്സെറ്റും കൂടി ഈ ബോക്സിനകത്ത് കസ്റ്റമർക്ക് കിട്ടുന്നത്. അതൊരു എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. പിന്നെ ഇതിനകത്ത് ചാർജ് ചെയ്യാനായിട്ട് Type-C ഒരു ഡാറ്റ കേബിളും വരുന്നുണ്ട്. അപ്പോൾ ഈ ചാർജറും ഹെഡ്സെറ്റും ഡാറ്റ കേബിളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ ഇതാണ് ഈ വിവോയുടെ ഏറ്റവും പുതിയ മോഡലായ Y51 എന്ന മോഡൽ. നമ്മൾ മുൻപ് X സീരീസിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഈ ഫോണിനകത്ത് കൊടുത്തിട്ടുള്ളത്. അതായത് ഒറ്റ നോട്ടത്തിൽ വളരെ ഒരു പ്രീമിയം ഫോണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്കിന്ന് കിട്ടിയിട്ടുള്ളത് ഈ മോഡലിലെ ക്രിസ്റ്റൽ സിംഫണി എന്ന കളറാണ്. ഇതിൻ്റെ തന്നെ ടൈറ്റാനിയം സഫയർ എന്ന മറ്റൊരു കളർ കൂടി ഉണ്ട്. അതൊരു ബ്ലൂ കളർന്ന ഷെയ്ഡാണ്. ഇത് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വളരെ തിളക്കമുള്ള നല്ലൊരു ഭംഗിയുള്ള ഒരു കളറാണ് വിവോയുടെ Y51ൻ്റെ ക്രിസ്റ്റൽ സിംഫണി എന്ന കളർ. ഇപ്പോൾ നമുക്ക് ക്യാമറ പൊസിഷനൊക്കെ നോക്കുമ്പോൾ അറിയാം, ബാക്കിൽ 3 ക്യാമറയാണ് വരുന്നത്. അതിൽ മെയിൻ ക്യാമറ എന്ന് പറയുന്നത് 48 മെഗാപിക്സലിൻ്റെയാണ് മെയിൻ ക്യാമറ. പിന്നെ ഒരു 8 മെഗാപിക്സലിൻ്റെ സെക്കൻഡറി ക്യാമറയും 2 മെഗാപിക്സലിൻ്റെ മറ്റൊരു ക്യാമറ ഇതിനകത്ത് വരുന്നുണ്ട്. ഈ 48 മെഗാപിക്സലിൻ്റെ ക്യാമറയിലാണ് അൾട്രാ സ്റ്റെബിലിറ്റി വീഡിയോയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല സ്റ്റേബിളായിട്ടുള്ള വീഡിയോസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നത് സൈഡിലാണ് വരുന്നത്. അത് 0.248 സെക്കൻഡിൽ അൺലോക്ക് ആവും. അതായത് ഒരു അര സെക്കൻഡ് പോലും ടൈം വേണ്ട, അതിനുള്ളിൽ തന്നെ അൺലോക്ക് ആവുന്ന രീതിയിലുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ് കൊടുത്തുള്ളത്. താഴെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ Type-C ചാർജിങ് പോർട്ട് വരുന്നുണ്ട്. അതുപോലെ 3.5 mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ലുകളും വരുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ ഫോണിൻ്റെ ഡിസൈൻ പാർട്ടിൽ പറയാനായിട്ടുള്ളത്. നല്ല സ്റ്റൈലിഷായ ലുക്കുള്ള ഡിസൈനാണ്, വളരെ സ്ലിമ്മാണ്. എന്നാൽ ഒരു 5000 mAh ബാറ്ററി എന്നുണ്ടെങ്കിൽ കൂടി തീരെ വെയിറ്റ് ഒന്നും തോന്നിക്കാത്ത രീതിയിലുള്ള ഒരു ഡിസൈനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ചാനലിനകത്ത് ഒരുപാട് മൊബൈൽ ഫോണുകളുടെ അൺബോക്സിങ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ സർവീസിങ് വീഡിയോസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മൊബൈൽ ഫോൺ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു വീഡിയോസ് കൂടി കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. നിങ്ങൾ മൊബൈൽ ഫോണൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക.
അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഡൗട്ടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എനിക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും അതുപോലെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ മൊബൈൽ ഫോൺ സംബന്ധിച്ചായാലും അല്ലെങ്കിൽ റിപ്പയറിംഗ് സംബന്ധിച്ച സംശയങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് Y51 എന്ന മോഡലിൻ്റെ ഹോം പേജ് എന്ന് പറയുന്നത്. 6.58 ഇഞ്ചാണ് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. അതായത് കുറച്ച് വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്. നല്ല ബ്രൈറ്റുള്ള നല്ല കളർഫുള്ളായ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതൊരു ഫുൾ HD+ IPS ഡിസ്പ്ലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്പ്ലേ ക്വാളിറ്റിയിലോ അല്ലെങ്കിൽ ഡിസ്പ്ലേ ക്ലാരിറ്റിയിലോ ഒന്നും യാതൊരുവിധ കോംപ്രമൈസും ഈ ഫോണിനകത്ത് കൊടുത്തിട്ടില്ല. നല്ല രീതിയിലുള്ള ബ്രൈറ്റായിട്ടുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും ഇതിനകത്ത് വരുന്നത്. അതുപോലെ ഇതിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 90.61 ആണ്. അതുകൊണ്ട് തന്നെ വളരെ അരികുകളൊന്നും ഇല്ലാത്ത വളരെ വെസൽലെസ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു ഫുൾ സ്ക്രീൻ മൊബൈൽ എന്ന് പറയാം നമുക്ക്. അതൊരു 6.58 ഇഞ്ചിൻ്റെ ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ക്യാമറ ഒരു പഞ്ച് ഹോളായിട്ട് കൊടുത്തിട്ടില്ല എന്ന് ചോദിച്ചാണെങ്കിൽ നമുക്ക് നേരത്തെ V20 അതുപോലെ V20 Pro എന്ന മോഡലൊക്കെ അൺബോക്സ് ചെയ്ത് പറഞ്ഞതാണ്. ഇതൊരു ക്യാമറ സെൻട്രിക് ഫോണാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ക്യാമറ എടുക്കുമ്പോൾ ഫോട്ടോസ് എടുക്കുമ്പോൾ നമുക്ക് വളരെ സ്റ്റഡി ആയിട്ടും അതുപോലെ സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ നമുക്ക് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും കമ്പനി ഇത്തരത്തിലുള്ള ഒരു ഹാലോ ഫുൾ വ്യൂ ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഫോൺ നമ്മൾ ഓപ്പൺ ആക്കി നോക്കുമ്പോൾ നമുക്ക് ഇതിനകത്ത് നിരോധിച്ച ചൈനീസ് ആപ്പുകളായ ടിക്ടോക്കോ അല്ലെങ്കിൽ ഷെയർ ചാറ്റോ പോലെയുള്ള ആപ്പുകളൊന്നും ഇൻബിൽട്ടായിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമുക്ക് അനാവശ്യമായിട്ടുള്ള ആപ്പുകളൊന്നും ഇതിനകത്തില്ല. നമുക്ക് ആവശ്യമുള്ള ആപ്പുകൾ മാത്രമേ ഇതിനകത്ത് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പറയേണ്ട കാര്യം ഇതിൻ്റെ സെറ്റിങ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ മാറിയിട്ടുണ്ട്. അതായത് ഏറ്റവും പുതിയ Android 11 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. അതിൽ തന്നെ വിവോ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഫൺ ടച്ച് OS 11 ഈ ഫോൺ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പുതിയ രീതിയിലുള്ള ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള മൊബൈലാണ് വിവോയുടെ Y51 എന്ന് പറയുന്നത്. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇത് 8GB റാമിൽ 128GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. അപ്പോൾ റാമും ഇഷ്ടം പോലെ ഉണ്ട്. 8GB റാം ഉണ്ട്, അതുപോലെ തന്നെ 128GB സ്റ്റോറേജ് ഉണ്ട്. ഇതിൻ്റെ അടുത്ത് പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് 1 TB വരെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാമെന്നുള്ളതാണ്. അതായത് 1000GB നമുക്ക് ഇതിനകത്ത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഫൺ ടച്ച് OS 11 ആണ്, Android 11 ആണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഫുൾ HD ഡിസ്പ്ലേ മാത്രമല്ല, നല്ലൊരു ടച്ച് റെസ്പോൺസ് ഒക്കെ ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് PUBG പോലെയുള്ള ഒരു ഹൈ ഗ്രാഫിക്സ് ഗെയിംസൊക്കെ കളിച്ചാൽ നമുക്ക് നല്ല രീതിയിലുള്ള സ്മൂത്ത് കിട്ടും. ഞാനിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല രീതിയിലുള്ള ടച്ച് റെസ്പോൺസ് ഉണ്ട്, നമുക്ക് ലാഗൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രോസസ്സറാണ്. ഇത് സ്നാപ്ഡ്രാഗൻ്റെ 665 എന്ന ഒരു പ്രോസസ്സറാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്നാപ്ഡ്രാഗൻ്റെ ഒരു സെക്യൂരിറ്റിയും കിട്ടും. അതുപോലെ തന്നെ ഗെയിം കളിക്കാനൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് കൂടിയുള്ള ഒരു മൊബൈലാണിത്. അപ്പോൾ 8GB റാമും 128GB സ്റ്റോറേജും 5000 mAh ബാറ്ററിയും അതുപോലെ സ്നാപ്ഡ്രാഗൺ 665 എന്ന പ്രോസസ്സറും ഇതെല്ലാം കൂടി വരുമ്പോൾ പിന്നെ അതിൻ്റെ കൂടെ 48 MP ക്യാമറ കൂടി വരുമ്പോൾ നല്ലൊരു വാല്യൂ ഫോർ മണിയാണ് ഈ ഫോൺ എന്ന് പറയുന്നത്. നമുക്ക് ഇതിൻ്റെ റിയർ ക്യാമറ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല 48 MP ഒരു മെയിൻ റിയർ ക്യാമറയാണ് വരുന്നത്. നല്ല ഷാർപ്പായിട്ടുള്ള ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്യാമറ റിവ്യൂ ഞാനിപ്പോൾ പറയുന്നില്ല. അത് വേറെ ക്യാമറ റിവ്യൂക്ക് വേണ്ടി മാത്രമായിട്ട് മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. എന്തായാലും വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തുള്ള മൊബൈലാണ് വിവോയുടെ Y51 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ട് അത് സൂം ചെയ്ത് നോക്കിയാലും അതിൻ്റെ ക്ലാരിറ്റി ഒന്നും പോകാത്ത രീതിയിലുള്ള നല്ല റെസൊല്യൂഷനുള്ള ഫോട്ടോസ് നമുക്ക് ഇതിനടുത്ത് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് സൂപ്പർ നൈറ്റ് മോഡ് എന്നുള്ളതാണ്. ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്തും ബാക്ക് ക്യാമറയ്ക്കകത്തും സൂപ്പർ നൈറ്റ് മോഡ് വരുന്നുണ്ട്. അതായത് നമുക്ക് നൈറ്റ് ഫോട്ടോസ് എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോസ് നമുക്ക് ഇതിനകത്ത് എടുക്കാനായിട്ട് സാധിക്കും. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം 8 MP വൈഡ് ആംഗിൾ ക്യാമറയാണ്. നമുക്ക് 120 ഡിഗ്രി വരെ വൈഡായിട്ടുള്ള വൈഡ് ആംഗിൾ ഫോട്ടോസ്, ഒരു ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു വൈഡ് ആംഗിൾ ക്യാമറ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 MP ഒരു മാക്രോ ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്, വളരെ ക്ലോസ് ആയിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. പിന്നെ അതിനകത്ത് 48 MP ഒരു ഹൈ HD ക്യാമറയും അതുപോലെ തന്നെ പനോരമ ക്യാമറ, ലൈവ് ഫോട്ടോ, സ്ലോ മോഷൻ, ടൈം ലാപ്സ്, പിന്നെ പ്രോ ക്യാമറ, പിന്നെ ഡോക്യുമെൻറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എക്സ്ട്രാ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഫോണിനകത്ത് ഇൻബിൽട്ടായിട്ട് വരുന്ന ക്യാമറ സെറ്റിങ്സാണ്.
ഇനി അടുത്തായിട്ട് പറയാനുള്ളത് ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറ സെറ്റിങ്സ് ആണ്. ഇതിനകത്ത് 16 മെഗാ പിക്സലിൻ്റെ ഒരു ഫ്രണ്ട് ക്യാമറ ആണ് വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിലുള്ള ക്വാളിറ്റിയുള്ള ഫ്രണ്ട് ക്യാമറയാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ഫേസ് ഫോക്കസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല കളർഫുള്ളായ ഫ്രണ്ട് ക്യാമറയാണ്. നമ്മൾ നേരത്തെ ബാക്ക് ക്യാമറയിൽ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് സൂം ചെയ്താലും ക്വാളിറ്റി പോകാത്ത രീതിയിലുള്ള ഒരു ക്യാമറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഫോൺ പെട്ടെന്ന് ക്വിക്കായിട്ടാണ് അൺബോക്സ് ചെയ്യാനായിട്ട് കിട്ടിയത്. അതുകൊണ്ട് തന്നെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഞാൻ ക്യാമറ റിവ്യൂ മാത്രമായിട്ട് വേറെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു സൂപ്പർ നൈറ്റ് ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നൈറ്റിലും നമുക്ക് നല്ല രീതിയിലുള്ള സെൽഫി ക്യാമറ എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഓറ സ്ക്രീൻ ഫ്ലാഷ് അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് Vivo Y51 എന്ന മോഡൽ നമുക്ക് വാല്യൂ ഫോർ മണിയാണ്. അതായത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വളരെ കുറവാണ്. അതുപോലെ തന്നെ 8 GB റാം വരുന്നുണ്ട്. 128 GB ആണ് ഇതിൻ്റെ സ്റ്റോറേജ് വരുന്നത്. അത് തന്നെ നമുക്ക് 1 TB വരെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിൻ്റെ ബാറ്ററി 5000 mAh ആണ് ബാറ്ററി വരുന്നത്. അത് ചാർജ് ചെയ്യാനായിട്ട് നമുക്ക് 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസറാണ്. അതൊരു അര സെക്കൻഡ് പോലും ടൈമിൽ വേണ്ടാത്ത രീതിയിൽ അൺലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഫിംഗർ പ്രിൻറ്റ് സെൻസർ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ ആണ്. സ്നാപ്ഡ്രാഗൺ 665 എന്ന പവർഫുള്ളായ പ്രോസസ്സറാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓവറോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ബോക്സിനകത്ത് ഹെഡ്സെറ്റും പൗച്ചും അതുപോലെ സ്ക്രീൻ പ്രൊട്ടക്ഷനും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നത് നല്ലൊരു മോഡലാണ് വിവോയുടെ Y51 എന്ന് പറയുന്നത്. അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസോ കാര്യങ്ങളോ വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക.